ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജീനോ ആൻ്റണി. എൻ്റെ വൈഫിൻ്റെ പേര് ജിൻസി. അമ്മ എനിക്ക് തന്ന ഒരു അനുഗ്രഹം സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 2024 മാർച്ച് 13 ഞാൻ കുവൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി ഇസ്തിമാർ എടുത്തു. അതിനുശേഷം എനിക്കത് പറ്റുന്നില്ല, പല തടസ്സങ്ങൾ വരുന്നു. ഞാൻ ജൂലൈ 31 പോയി ഒന്ന് അറ്റൻഡ് ചെയ്തു, ഫെയിലായി. അതിനുശേഷം പിന്നെ എൻ്റെ കുടുംബത്തിൽ പല തടസ്സങ്ങൾ വന്നു. അതിനുശേഷം ഞാൻ ഈ ജനുവരി 5 പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഫെയിലായി. കാരണം മാർച്ച് 14 എനിക്ക് തീരുവാണ്. കാരണം എൻ്റെ വെക്കേഷൻ കിടക്കുന്നത് ഫെബ്രുവരി ലാസ്റ്റോട് കൂടെ പോവാണ്. അപ്പോൾ ഞാൻ 12 ദിവസം ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. എനിക്ക് ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല. ഞാൻ അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് ഇന്ന് 12ാമത്തെ ദിവസമാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഞാൻ 17 ആണ്ടജമാലിൽ പങ്കെടുക്കുമ്പോൾ നീ എനിക്ക് അത് കിട്ടിയിരിക്കണം. അതിന് മുമ്പായിട്ട് ഞാനത് നിയോഗത്തിൽ സമർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ 28 ബാബുബ്രദറിനെ വിളിച്ചു. ബാബുബ്രദറിനോട് ഞാൻ പറഞ്ഞു, ബാബുബ്രദറെ എനിക്ക് ഇങ്ങനൊരു കാര്യമുണ്ട്. ബാബുബ്രദർ എന്നോട് പറഞ്ഞു, അതൊന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുന്നതാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. അന്നേരം നമ്മുടെ എല്ലാ നിയോഗവും നമുക്ക് സാധിച്ചു തരും. അങ്ങനെ ബാബുബ്രദർ എന്നോട് പറഞ്ഞു, നീ എനിക്കൊരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് എഴുതി തരിക. അതിനുശേഷം പോകുന്നതിന് മുമ്പായിട്ട് 100 തവണ ജപമാല ചെല്ലണം. ഞാൻ അതനുസരിച്ച് അതുപോലെ 100 തവണ ജപമാല ചെല്ലുകയും അതിനുശേഷം ഞാൻ അഹമ്മദി അവിടെ പോയി, ഞാനും എൻ്റെ ബ്രദറും ഉണ്ട്. അവിടെ ഇരുന്ന് ഞങ്ങളുടെ വണ്ടിയായിട്ട് ജപമാല ചെല്ലി അവിടെ വെച്ചും കാഴ്ച വെച്ചു. അതിനുശേഷം ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു, ഞാനത് വെഞ്ചരിച്ച് ഞാൻ അവിടെ ഇട്ട് ഞാൻ പോവുകയും ചെയ്തു. ഇതിനു മുമ്പ് 2 പ്രാവശ്യം പോയപ്പോഴും എനിക്ക് ഭയങ്കര പാടാണ്. ഞാൻ പാർക്കിംഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒന്നുമില്ല. ഈ പ്രാവശ്യം ഞാൻ പോയി, എന്നെ ഒരാൾ പോലും ശ്രദ്ധിക്കാനില്ലായിരുന്നു. ഞാൻ സുഖമായിട്ട് പാർക്ക് ചെയ്തു. അവരെന്നോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. എനിക്ക് അത് ഞാൻ പാസ്സാകുകയും ചെയ്തു. അമ്മയ്ക്കും തിരുക്കുമാരും 1000 നന്ദി ഞാൻ പറയുന്നു.